നമസ്കാരം. സൈലന്റ് നീറ്റ് ഇൻഫോ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോപ്പ്, പ്രതീക്ഷ അല്ലെ? നമ്മളെല്ലാവരും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമേകുന്ന ഒരു വേർഡാണ്, ഒരു വാക്കാണ് ഹോപ്പ്, പ്രതീക്ഷ. ഇപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജുകൾ, കഴിഞ്ഞ ദിവസം ഫോണിലേക്ക് വന്നൊരു മെസ്സേജ്, സർ വിചാരിച്ച സ്കോർ കിട്ടും എന്ന് തോന്നുന്നില്ല, ആകെ തകർന്നിരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല, വീട്ടിൽ നിന്നാണെങ്കിൽ ആകെ പ്രഷറാണ്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? ഇത്തരത്തിലുള്ള ഒരുപാട് മെസ്സേജുകൾ ഡെയിലി വരുന്ന സമയത്ത് ആ വാക്കിനാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സ്കോർ കുറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് ത്രൂ ഔട്ട് അവിടെ ഒരു അനാലിസിസ് നിങ്ങൾ തയ്യാറാക്കണം. എന്നാലും മാത്രമേ ഇനിയുള്ള സ്റ്റെപ്പിൽ, അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് ഒരേപോലെ അബദ്ധങ്ങളാണ്. അതായത് പല പ്രാവശ്യം നമ്മളെ പല രീതിയിൽ അബദ്ധങ്ങൾ ജീവിതത്തിൽ പറ്റിയിട്ടും പഠിക്കാത്ത ചില ആൾക്കാരുണ്ട്. അതായത് ചില സമയത്ത് അത് മേ ബി നമ്മുടെ പേഴ്സണാലിറ്റി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൊമസ്റ്റിക് ആയിട്ട് ഏതെങ്കിലും ആവാം. പക്ഷെ 1-2 പ്രാവശ്യം ആ ഒരു അബദ്ധം വന്ന് നമ്മുടെ പഠനത്തിന് എത്രത്തോളം അത് ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അത് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും അതേ അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ നിങ്ങളുടെ പഠനത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റിസൾട്ടിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എന്താണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അത് വരുന്ന കാലത്തെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യാതെ നോക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഹോപ്പോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ കാണാം. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഇത്രയും കോഴ്സുകളോ നീറ്റുമായി ബന്ധപ്പെട്ട് ഇത്രയും കോഴ്സുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വിചാരിച്ച സ്കോർ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇത്രയും വർക്ക് ചെയ്തിട്ടും എനിക്ക് വിചാരിച്ചൊരു സ്കോർ വന്നില്ലല്ലോ, എന്റെ ജീവിതം വഴിമുട്ടി പോയല്ലോ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്കാണ് പ്രധാനമായും ഈ വീഡിയോ ഉപകാരപ്പെടുക. നിങ്ങളൊരു ഹൈ സ്കോർ 650 അല്ലെങ്കിൽ 640 റേഞ്ചിലുള്ള സ്കോറൊക്കെ ആണെങ്കിൽ വീഡിയോ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ഈ ഓപ്ഷൻസിന്റെ ആവശ്യമില്ല. അപ്പൊ അവർക്കുള്ള അഡീഷണൽ വീഡിയോസ് നമ്മൾ പിന്നാലെ ചെയ്യുന്നുണ്ട്. ഇത് പ്രധാനമായും വിചാരിച്ച രീതിയിൽ ഒരു നീറ്റ് സ്കോർ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾക്കാണ് കൂടുതലായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുക. ആദ്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ നീറ്റ് സ്കോർ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം MBBS എന്നുള്ള ഈ ഒരു കോഴ്സിലേക്ക് പോകാനുള്ള ഒരു ലെവല് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും MBBS തന്നെയാണ്. MBBS നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടുന്ന കാര്യം. MBBS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പൊ MBBSന്റെ ഒരു പോസിബിലിറ്റി ഇല്ല എങ്കിൽ, അപ്പൊ MBBSന്റെ കൂടുതൽ വീഡിയോസ് ഒക്കെ നമ്മൾ പിന്നാലെ വരുന്നുണ്ട്. പോസിബിലിറ്റീസ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് BDSനെ കുറിച്ച് ആലോചിക്കാം. BDS എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെന്റിസ്റ്റ് ആവാം, MDS എടുത്ത് വിവിധ മേഖലയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാം, കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയിലേക്ക് പോവാം, നിങ്ങളുടെ സ്വന്തം ക്ലിനിക്ക് ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഏത് കോഴ്സിനെ പറ്റി ചോദിക്കുമ്പോഴും നെഗറ്റീവായുള്ള അഭിപ്രായങ്ങൾ പറയും. ഇപ്പോൾ BDS നല്ലതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BDS നല്ലതാണെന്ന് പറയുന്നവരുണ്ട്, മോശമാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. അപ്പോൾ വേണമെങ്കിൽ അടുത്ത ദിവസം ഇവിടെ തന്നെ നമ്മുടെ MDS എടുത്ത ഒരു ഡോക്ടർ, നമ്മുടെ ഒരു സുവോളജിയിലെ സ്പെഷ്യലൈസേഷൻ സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരു അധ്യാപനം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് നേരിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസും സ്കോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. എന്നാലും ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, സീറ്റ്സിനാണ് നിങ്ങൾ നോക്കണ്ട, ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് BDS എന്നുള്ളത് തീർച്ചയായിട്ടും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സംഗതിയൊന്നുമല്ല. തീർച്ചയായിട്ടും സ്കോപ്പുകൾ ഉണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ അനലൈസ് ചെയ്ത് BDS എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും പോകാൻ പറ്റുന്ന മറ്റ് മേഖലകൾ എന്ന് പറയുന്ന സമയത്ത് ആയുർവേദയാണ്. ആയുർവേദ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയുർവേദ ഡോക്ടർ ആവാം. പിന്നെ ഒരുപാട് ഗവൺമെന്റ് ആയുർവേദ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് നടക്കുന്ന കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ഡോക്ടറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പിന്നെ വെൽനസ് അല്ലെങ്കിൽ ആയുർവേദ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പിന്നെ മെഡിക്കൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മെഡിക്കൽ ടൂറിസം പ്രൊജക്ടുകൾ വരുന്ന സമയമാണ്, അതിൽ വർക്ക് ചെയ്യാം. ഇതൊക്കെയാണ് ആയുർവേദന്റെ പ്രധാനപ്പെട്ട സ്കോപ്പുകൾ. പിന്നെ മെയിനായിട്ട് വരുന്ന സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, പിന്നെ മെയിനായിട്ട് വരുന്ന സംഗതി എന്ന് വെച്ചാൽ നമ്മൾ ഹോമിയോ ആണ്. ഹോമിയോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹോമിയോ കഴിഞ്ഞാൽ ഹോമിയോപ്പതി ഡോക്ടർ ആവാം. ഗവൺമെന്റ് പ്രൈവറ്റ് മേഖലകളിൽ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ കേരളത്തിൽ പൊതുവെ ഒരു വൈഡ് ആയിട്ടുള്ള ആക്സെപ്റ്റൻസ് ഉള്ള ഒരു കോഴ്സാണ് ഹോമിയോ. അപ്പോൾ BHMS തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സീറ്റ്സ് നിങ്ങൾ നോക്കേണ്ട, ഇതിൽ വേരിയേഷൻസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തതാണ്. ഓക്കെ, പിന്നെ നമുക്ക് പോകാൻ പറ്റുന്ന മറ്റൊരു വഴിയാണ് ഹോപ്പിൽ അടുത്തായിട്ട് വരുന്ന സംഗതിയാണ് BSMS, സിദ്ധ മെഡിസിൻ. നിങ്ങൾക്ക് പ്രകൃതി ചികിത്സയായിട്ട് ബന്ധപ്പെട്ട്, നാച്ചുറോപ്പതിയായിട്ട് ബന്ധപ്പെട്ട്, സിദ്ധ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സിദ്ധിയിലേക്ക് പോവാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെന്റ് മേഖലയിലും പ്രൈവറ്റ് സെക്ടറിലും ഉണ്ട്. നമുക്ക് ഒരുപാട് വെൽനസ് ക്ലിനിക്കുകൾ, അതുപോലെ തന്നെ നാച്ചുറോപ്പതിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്ലിനിക്കുകളൊക്കെ വരുന്ന ഒരു സമയമാണ്. ഇതും കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം.
പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് യുനാനി ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ BUMS കോഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഗവൺമെന്റ് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ തീർച്ചയായിട്ടും ഒരു ഗ്രോയിങ് ഡിമാൻഡ് ഉള്ള കോഴ്സുകൾ, പ്രത്യേകിച്ചും ഈ അലോപ്പതി മരുന്നുകളെ ഡിമെറിറ്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു ചികിത്സാ രീതികൾ പ്രചാരം നേടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ ഒന്നിനും നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും BUMS യുനാനി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് വെറ്റിനറി, അല്ലെ, BVSc. അപ്പൊ കോവിഡ് കാലത്തിന് ശേഷം പല വീഡിയോസ് ആയിട്ട് നമ്മൾ പറഞ്ഞാണ്, കോവിഡ് കാലത്തിന് ശേഷം കൂടുതലായിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ, പെറ്റ്സിന്റെ കെയർ, അതിന്റെ കാര്യങ്ങളൊക്കെ ചികിത്സയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് BVSc ആനിമൽ ഹസ്ബൻഡറിയും അതേപോലെ തന്നെ വെറ്റിനറിയും വളരെ കൂടുതൽ ഡിമാൻഡുള്ള കോഴ്സാണ്, അത് ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അടുത്ത നമ്മുടെ ഹോപ്പിൽ പറയേണ്ട അടുത്തൊരു കാര്യമാണ് BSc അഗ്രികൾച്ചർ ട്രൈ ചെയ്യാം. അപ്പൊ അഗ്രികൾച്ചർ കോളേജുകളിൽ നിങ്ങൾ BSc 4 years BSc അഗ്രികൾച്ചർ പഠിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഓഫീസർ ആവാം. റിസർച്ച്, ബാങ്കിങ്, അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാം. കാരണം ഫുഡ് ഇൻഡസ്ട്രി നിങ്ങൾക്കറിയാം, ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ബൂമിംഗ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫുഡ് ഇൻഡസ്ട്രി. അപ്പൊ അതിൽ നിങ്ങളുടേതായ രീതിയിൽ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുക, അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെക്കുക, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക. ഇതിനുള്ള സാധ്യതകൾ BSc അഗ്രികൾച്ചർ വഴി, അല്ലെ, ഞാനിപ്പോ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്കോർ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇനി വരുന്ന കാലത്ത്, കാരണം മനുഷ്യന് ഭക്ഷണം കഴിക്കാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അഗ്രികൾച്ചർ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ പല രീതിയിലെ പുതിയ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് അഗ്രികൾച്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് മേഖലയിലാണ് ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നീറ്റ് വഴി പോകാവുന്ന ഗവൺമെന്റ് ജോലി കിട്ടുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞിട്ട്, അതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഈ പറഞ്ഞിരിക്കുന്ന BSc അഗ്രികൾച്ചർ, നേരത്തെ പറഞ്ഞു, ഫോറസ്ട്രി, ഫിഷറീസ്, കോർപ്പറേഷൻ ബാങ്കിങ്, ഇത് മൂന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഫോറസ്ട്രി കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് ഓഫീസർ, വിവിധ പരീക്ഷകളുടെ ഫോറസ്റ്റ് ഓഫീസറായിട്ട് പോവാം. വൈൽഡ് ലൈഫ്, എൻവയോൺമെന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചുകളും കൺസർവേഷൻ പ്രൊജക്ടുകളിലും വർക്ക് ചെയ്യാം. അതുപോലെ ഫിഷറീസ് കഴിഞ്ഞാൽ സമുദ്ര ഗവേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് അക്വാകൾച്ചർ, മറൈൻ സെക്ടറിലൊക്കെ ജോലികൾ കിട്ടും. ഫിഷറീസ് ഓഫീസർ ആവാം. എക്സ്പോർട്ട് ആൻഡ് അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ബിസിനസ് ആണ് ഈ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പോർട്ട് ബിസിനസ്. അതിന്റെ വലിയ രീതിയിലെ സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ആൻഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയിൽ നല്ല സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നീറ്റ് വഴി പോകാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരുന്നത്. BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്നുള്ളത് ബാങ്കിങ് മേഖലയിലും കോർപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നല്ല രീതിയിലെ ജോലികൾ കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സാണ്. അത് നിങ്ങൾക്ക് നോക്കാം. താരതമ്യേന കുറഞ്ഞ റാങ്കിനൊക്കെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കുറഞ്ഞ റാങ്കിനൊക്കെ പ്രവേശനം കിട്ടുന്ന ഒരു കോഴ്സാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്. അതും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കീഴിലാണ്. അതൊരു എൻവയോൺമെന്റൽ സയന്റിസ്റ്റ് ആവുക, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ചെയ്യുക, NGOകളിൽ വർക്ക് ചെയ്യുക, ഇതിനൊക്കെ പറ്റാവുന്ന ഒരു കോഴ്സാണ് BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്. അവസാനമായിട്ട് BTech ബയോടെക്നോളജി, ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് വരുന്ന മാറുന്ന കാലഘട്ടത്തിന്റെ ഒരു കോഴ്സായിട്ടാണ് ബയോടെക്നോളജിനെ പറയുന്നത്. സീറ്റ്സിന്റെ എണ്ണം വ്യത്യാസമുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് നോക്കണ്ട, ഞാനിത് ഈ ഭാഗം മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ BTech ബയോടെക്നോളജിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചാൻസസ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് എന്റെ എല്ലാം ഈ ഒരു പരീക്ഷയോടുകൂടി ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന കുട്ടികളോടാണ്. ഇപ്പൊ നീറ്റിൽ ഉയർന്ന സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ പുറകെ തന്നെ പോവുക. അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ റിസൾട്ട്, അതിന്റെ ബാക്കിയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ്, കോളേജ് അഡ്മിഷനായിട്ട് മുന്നോട്ട് പോവാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, നിങ്ങളുടെ പേഴ്സണൽ റീസൺസ് കൊണ്ട് നല്ല കഴിവുണ്ടായിട്ടും, കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ സെഷനിൽ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല ന്യൂമറിക്കൽ എബിലിറ്റി, അനാലിറ്റിക്കൽ എബിലിറ്റി, നല്ല രീതിയിൽ ഷാർപ്പായിട്ട് ചിന്തിക്കാനുള്ള കഴിവും പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ ഉണ്ടായിട്ടും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് ഈ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഇനി അതല്ല, ഈ വർഷം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ വേണം, അത് നീറ്റ് കിട്ടാനുള്ള MBBS കിട്ടാനുള്ള സ്കോർ നിങ്ങൾക്കില്ല, വേറെ എന്ത് ഞാൻ ചെയ്യും എന്നുള്ള കുട്ടികൾക്കുള്ള ഉത്തരമാണ് ഈ 13 കോഴ്സുകൾ. ഇപ്പൊ 13 കൃത്യമായിട്ടുണ്ട്. BDS, BAMS, ഹോമിയോ, സിദ്ധ, യുനാനി, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, കോർപ്പറേഷൻ ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ബയോടെക്നോളജി. ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക. ഇനി വേണമെങ്കിൽ ഇതിന്റെ ഫർദർ റിസർച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോ ഒരു ഇൻപുട്ട് തന്നു, കൂടുതൽ റിസർച്ച് ചെയ്യാം. ഈ ഇതിനൊക്കെ അടുത്ത സ്കോപ്പ് 2000 പഠിച്ച സ്കോപ്പ് ഓഫ് BTech ബയോടെക്നോളജി ഇൻ ദ ഇയർ ഓഫ് 2032 or 31, കാരണം അത്രയാവുമല്ലോ നിങ്ങൾ കഴിഞ്ഞു വരുമ്പോഴത്തേക്കും. അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ കൂടുതൽ റിസർച്ച് ചെയ്ത് കൂടുതൽ നോളജ് ഈസ് ദ പവർ എന്ന് പറഞ്ഞ് വെറുതെ അല്ല, ഒരു കാര്യത്തെക്കുറിച്ച് വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് മൊബൈൽ നോക്കിയിരിക്കുന്നതിന് പകരം ഈ കോഴ്സുകൾ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട്, അത്യാവശ്യം നിങ്ങളുടെ റാങ്കിന്, നിങ്ങളുടെ മാർക്കിന് ഇവിടെ കിട്ടുക എന്നാണ്, കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും.
അതാണ് നോളജ് ഈസ് ദ പവർ എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫർമേഷൻ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ഏതൊക്കെ ഫോറിൻ കൺട്രീസിലാണ് നമുക്ക് ഇത് വെച്ച് പോകാൻ വേണ്ടി പറ്റുക, ഇന്ത്യയിലാണോ വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കൂടുതൽ എന്റെ ക്യാമ്പസുകൾ എവിടെയാണ്, ആ ക്യാമ്പസിന്റെ വീഡിയോസ് ഒക്കെ കാണാം, ഫോട്ടോസ് എടുക്കുക, പുതിയ ഇൻപുട്ടുകൾ കൊടുക്കുക. അതായത് നമ്മൾ എപ്പോഴും നിങ്ങളിപ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പഴയ മെമ്മറീസ് ഉണ്ടാവും. ടേസ്റ്റിംഗ് ദ സോറോ എന്ന് പറഞ്ഞൊരു ഹാബിറ്റ് ഉണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ടേസ്റ്റിംഗ് ദ സോറോ. ചില ആളുടെ സ്വഭാവം ദുഃഖം ടേസ്റ്റ് ചെയ്യുക, പണ്ടേത്തെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. ടേസ്റ്റിംഗ് ദ സോറോ. അതിനെക്കൊണ്ട് എന്ത് പ്രയോജനമുള്ള മക്കളെ? കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങളിപ്പോ നീറ്റ് നന്നായിട്ട്, കാരണം ഒരു പരീക്ഷയിൽ ഇപ്പൊ ഇന്ത്യയിലെ ഏതൊരു എൻട്രൻസ് കോച്ചിങ് സെന്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതായത് നല്ല രീതിയിലുള്ള സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് 100 കുട്ടികൾ വരുന്ന സമയത്ത് എത്ര കുട്ടികൾക്ക് അവിടെ MBBS കിട്ടുന്നു, അല്ലെങ്കിൽ നീറ്റ് ക്വാളിഫൈഡ് ആവുന്ന എല്ലാവരും ക്വാളിഫൈഡ് കിട്ടുന്നില്ല നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. 25 ലക്ഷത്തോളം ആൾക്കാർ എഴുതുന്ന പരീക്ഷയാണ്. അതിന് നിങ്ങൾ മാക്സിമം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, നിങ്ങൾ പെർഫോം ചെയ്തു, അത് നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്താണ് ആലോചിക്കുക. അല്ലാണ്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ബ്രെയിനിലേക്ക് ഇത്തരം കാര്യങ്ങളുടെ ഇൻപുട്ട്, ഫ്യൂച്ചർ ഇൻപുട്ട് കൊടുക്കുക. ഫ്യൂച്ചർ ഇൻപുട്ട് എന്ന് വെച്ചാൽ ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്റെ അടുത്ത ജൂൺ മാസത്തില്, ജൂലൈ മാസത്തിൽ, ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, സെപ്റ്റംബറിൽ ഞാൻ ഏത് കോഴ്സിൽ ജോയിൻ ചെയ്യും, അതിന്റെ ഒരു പ്ലാനിങ് ആണ്. അല്ലാണ്ട് കഴിഞ്ഞ കാലത്ത് ആലോചിച്ച് ടേസ്റ്റിംഗ് ദ സോറ എന്നുള്ള ഹാബിറ്റിലേക്ക് പോകരുത്. പുതിയ ഇൻപുട്ട് ബ്രെയിനിലേക്ക് കൊടുക്കാം, ഹോപ്പ് കൊടുക്കാം. അങ്ങനെ ഹോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന 10-13 കോഴ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ വരും. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.